നീളം 10 ഇഞ്ചാണ് എടുത്തുള്ളത്. 10 ഇഞ്ച്, 10 അല്ല 12 ഇഞ്ച് എടുത്തു. 10 ഇഞ്ചാക്കണം. 10 ഇഞ്ച് മതി നമുക്ക്. മൂർച്ചയില്ലാത്തൊരു സാധനം. ഇവിടെയും ഇവിടെ ലാശം അടിച്ചെടുക്കാം. ഇത് നമ്മൾ മറിച്ചെടുക്കുക. ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ സെറ്റാവും. പിന്നൊരു കാര്യമുണ്ട്, ചെയ്യുമ്പോൾ അതിൻ്റെ രീതിക്ക് ചെയ്യണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ചീപ്പ് റേറ്റിനൊക്കെ നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ലൊരു സംഖ്യ ചിലവ് വരും. കട്ടിങ്, സ്റ്റിച്ചിങ്, നൂല്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള അയൺ ചെയ്യലും ഒക്കെ ആകുമ്പോൾ അതുപോലെ നൂല് വെട്ടൽ, ഇതൊക്കെ അയൺ ചെയ്യലും നൂല് വെട്ടലൊക്കെ അവർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ അതവിടെ നിൽക്കും. പിന്നെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അപ്പം ഈ ഷേപ്പാണ് നമുക്ക് ഈ ടോപ്പിന്റെ സെന്ററിൽ വെച്ച് ചെയ്യാനുള്ളത്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ ടോപ്പിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വര ഇത് കൊടുക്കുക. എന്നിട്ട് അവിടെ വേണേൽ ചോക്കേറ്റ് നമ്മളൊന്ന് ഒരു അടയാളം കൊടുക്കുക, ഈ സെന്റർ. ഓക്കെ, ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് അത് നോക്കിയാൽ തെറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് അടിക്കാം. കുറച്ചും കയറ്റി വെച്ചെടുക്കുക. ഇതിന് സെന്റർ ആയിരിക്കണം, ഈ പീസിന് സെന്റർ ആയിരിക്കണം അത് വെച്ചെടുക്കണം. അതൊക്കെ അറിയാക്കാറ് എല്ലാവർക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. അത് പിന്നെ ആരും അങ്ങനത്തെ രീതിയിലൊന്നും കാണണ്ട. അപ്പൊ ഇങ്ങനെ അടിച്ചെടുക്കാം. വളയാനോ തിരിയാനോ ഒന്നും പോണ്ട. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതുപോലെ മടക്കി കൊടുക്കുക. ഇത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സെന്ററിലേക്ക് ആക്കി കൊടുക്കുക. ഈ പോയിന്റ് വരുന്നത് സെന്ററിലേക്കാണ്. ഇവിടെ കുത്തി നിർത്തുക. ഏത് മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഞാനിത് സിമ്പിളായിട്ടൊന്നും ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്താൽ നമ്മൾ ആ പാറ്റേൺ അതിലുള്ള എല്ലാത്തിനും അതേപോലെ ഒരു പാറ്റേൺ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ ഡിസൈൻ വ്യത്യാസം തോന്നുന്നുണ്ട്. സെയിം ഒരേ കളറാണ്. ഒരേ കളറിലുള്ളതുകൊണ്ടേ അധികം അറിയില്ല, പക്ഷെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ പാർട്ടിക്ക് അടിച്ചു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു വർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ നൂലിന്റെ ഒരു കാട്ടിക്കൂട്ടൽ ഉണ്ടാവും. നൂലിന്റെ കാട്ടിക്കൂട്ടൽ എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നു. അപ്പോൾ അവിടെ ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് ഉണ്ടല്ലോ, ഈ ക്രോസ് പീസ് ക്രോസ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. എന്നിട്ട് ജോയിൻ ചെയ്യാം. ഒന്ന് പറ്റി കട്ട് ചെയ്യാം, അടിച്ചെടുക്കാം. ഇത് മതിയോന്ന് നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഏകദേശം കുഴപ്പമില്ല, മതിയാവും. അപ്പൊ അതിനുള്ളിലുള്ള അതൊക്കെ വേസ്റ്റൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാല്, പുറത്ത് ഈ തുണിന്റെ ഉൾവശം ആ ഭാഗം മറിച്ചിടുക. അതുപോലെ തന്നെ ഇത് സെൻറ്ററിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വെച്ചെടുക്കാം. എന്നിട്ട് അടിച്ചു കൊടുക്കാം. 4 ഇഞ്ച് തുമ്പിട്ടിട്ട്
അതൊക്കെ അടിച്ചെടുത്താൽ മതി. ധൃതിയിൽ അടിക്കരുത്. കഴുത്തടിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കഴുത്തൊരിക്കലും വലിച്ചടിക്കാൻ പാടില്ല. അതൊക്കെ അടിച്ചു കൊടുക്കുക. സാജിദാന്റെ വീഡിയോ ഇല്ലാത്ത കാരണം ആരും നമ്മളെ ചാനലൊന്നും നോക്കണില്ല. കുഴപ്പമൊന്നുമില്ല, ഞാൻ അല്ലെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ട് നമുക്കിപ്പോ ചാനൽ ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചാനൽ അവിടെ കിടന്നോട്ടെ, നമ്മളത് ആരും ഭീഷണിപ്പെടുത്താനുള്ള ആൾക്കാരൊന്നുമില്ല. പിന്നെ സർവ്വസാധാരണമാണ് കുടുംബത്തിലൊരാള് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരുപാട് പിന്നെന്താ തെറ്റുകുറ്റങ്ങൾ പറയാനും അവൾക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അത് അപ്പൊ വിവാദത്തും ഇൽമും ഒക്കെ കൂട്ടി നടക്കാനും പിന്നെ എന്താണ് പത്തിക്കിത്താബ് മറിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അവരതിലും വലിയ ഞെരുകേടും വലിയ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യത്തേക്ക് വരില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്ന് ചാനൽ തുടങ്ങിയ കഥ നമുക്കറിയാം. അവരെ മക്കളും ചാനൽ തുടങ്ങിയിട്ട് അതുകൊണ്ട് വരുമാനം മേടിച്ച് തിന്നണ ചാനലും ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കിൽ കൂടെ പരസ്യമൊക്കെ ഇട്ടിട്ട് മേടിച്ച് തിന്നണ ആൾക്കാരും ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കണ്ട. നമ്മൾ അത് തുടങ്ങിയപ്പോ ആകെ ലോകത്ത് ആകെ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, നരകത്തിൽ ആകെ ഞാൻ ഒരാളുള്ളൂ എന്നൊക്കെ നടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെ പറഞ്ഞു. ബാക്കിയുള്ളതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ അതിൽ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുറത്തുള്ളവരാണ്. ഇന്നും സപ്പോർട്ട് ചെയ്യുന്നവരും പുറത്തുള്ള ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഇന്നും അതിന്റെ ഒരു ഇതുണ്ട്. ഇനിയിപ്പോ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് ഉൾക്കൊള്ളുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നല്ലത് പറയുമ്പോൾ നല്ലതെന്നും ചീത്ത പറയുമ്പോൾ അതിനനുസരിച്ചിട്ടും. അപ്പൊ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നൂല് ഇതായിപ്പോയി. അതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. വീഡിയോ ലെങ്ത് ആവും തോന്നുന്നു. ഞാൻ കുറച്ച് നിർത്തിയിട്ട് ചെയ്യാം. കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല. കുറെ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിച്ചിങ്ങിന്റെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാവുക. പോകുമ്പോൾ ഓരോന്ന് ഞാൻ ഈ സത്യം പറഞ്ഞാല് ഷോപ്പ് തുടങ്ങിയതിന് ശേഷം നിന്നിട്ടില്ല ഇരുന്നിട്ടില്ല എന്നാണ്. ഈ 1-2 ആഴ്ച മാത്രം ഉണ്ടായി. ഇപ്പൊ ഞായറാഴ്ച നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, ഞായറാഴ്ച നമുക്കിവിടെ കുട്ടികൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന അടുത്ത ഷോപ്പിലൊക്കെ ഫാൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇനി ആരെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരാം. ഇങ്ങനെ മറിച്ചിട്ടുക. ഇവിടെ ഈ തുമ്പ് കൊണ്ട് അലത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ മറിച്ചിട്ടോ. അപ്പൊ അടിച്ചു കഴിഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പണി നടക്കില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തത് ഞാൻ വീഡിയോ എടുക്കാത്തത്. നമുക്ക് സ്പീഡിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സമയം അവിടെ പോകും. ഒരാളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ഇങ്ങനെ എടുക്കുന്നത് വേറെ കാര്യം. അപ്പൊ നമ്മൾ നെക്ക് ചെയ്തിട്ടാ ഇതുപോലെ നെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ഇത് അടിച്ച് പട്ടി അടിച്ച് നെക്ക് ബൈൻഡിങ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് നെക്കാണ്. ബാക്ക് സൈഡിൽ താഴെ ലേശം മടക്കിയിട്ട് ഒറ്റ മടക്കിട്ടാ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് എളുപ്പത്തിനാണ് പറഞ്ഞത്. മറ്റേത് അയിമ വെച്ചിട്ട് ഇതാക്കാം. പക്ഷെ ചിലപ്പം കിട്ടാതെ വരും, ഇങ്ങനെ റൗണ്ടായി. അപ്പൊ ഇങ്ങനെ കയ്യേറ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. മെഷീന്റെ സൗണ്ട് വല്ലാതെ വരുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അപ്പൊ അത് കഴുത്തിന് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സെന്റർ നോക്കിയാൽ മതി. കൂടുതലുള്ള ഭാഗമാണ്ട് പോയിക്കോട്ടെ. ഇങ്ങനെ എടുക്കാം, വെച്ച് വെക്കാം. കൂടുതലുള്ള ഭാഗം അതുകൊണ്ട് പോയിക്കോട്ടെ. അവിടെ സെന്റർ നോക്കിയാൽ മതി കേട്ടോ. തേഞ്ഞിട്ടില്ല, അത് ബുദ്ധിമുട്ടല്ല. അപ്പൊ നമ്മള് 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ അങ്ങനെ തന്നെ കഴുത്ത് വലിച്ചെടുക്കാൻ പാടില്ല.
ഇതാ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗം വേസ്റ്റ് ചെയ്യാൻ ഒഴിവാക്കി, കട്ട് ചെയ്ത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഇവിടുത്തെ പോലെ ചെറിയൊരു കട്ട് ഇങ്ങനെ കൊടുത്തു കൊടുക്കുക. ഇനി ഇതിന്റെ നല്ല വശം, ഫ്രണ്ടിന്റെ നല്ല വശവും ബാക്കിന്റെ നല്ല വശം ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇങ്ങനെ ആയിട്ട് നമ്മൾ ഈ അടുപ്പ് ഇതാ ബാക്കിന്റെ നെക്ക് അടിച്ചിട്ടുള്ള അതിന്റെ ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, ഈ തുണിന്റെ ഉള്ളിലേക്ക് ഈ ഇതിന്റെ ഷോൾഡർ വെച്ച് കൊടുക്കുക, ഫ്രണ്ടിന്റെ ഷോൾഡർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതുകൊണ്ട് ഇതിങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം. റെഡിമെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്താ ഒറ്റയടി അടിക്കുന്നത്. അപ്പം അത് കെട്ടിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക, ഇതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക, ഇവിടുന്ന് അടിച്ചു കൊടുക്കുക. ഇത് അറിയാത്തവർക്കാണ്, അറിയുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇതിങ്ങനെ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിങ്ങനെ ബാക്ക് ഒന്ന് അടിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടിക്കാം, അങ്ങനെ അടിക്കാം. പതുക്കെ അടിച്ചാൽ മതി കേട്ടോ. നമുക്ക് സ്ലീവാണ് വെക്കേണ്ടത്. ഇത് ഞാൻ ഇവിടെ വെക്കുന്ന ഒരു സംഭവം, ആ ലൈറ്റാണ്, ലൈറ്റിൻ്റെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിലൊന്നും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൂചിയിൽ നൂല് കോർക്കാനൊക്കെ സുഖമാണ് നമുക്ക്. എത്ര കണ്ണ് കാണുന്ന ആൾക്കാരായാലും ടൈലറിങ് ഇരിക്കുമ്പോൾ കുറച്ച് പാടാണ്. അപ്പൊ നമുക്കിനി സ്ലീവ് സെറ്റ് ആക്കാണ്ടല്ലേ. സ്ലീവ് ഇങ്ങനെ ജോയിന്റ് ചെയ്യട്ടോ, രണ്ടെണ്ണം എടുത്തിട്ട്. ഒന്ന് പരത്തി അടിച്ചു കൊടുക്കുക. അവിടെ കിടന്നോട്ടെ, എന്നുവെച്ചാൽ റെഡിമെയ്ഡാണ്, എന്നാലും ഇതും അങ്ങനെ അടിക്കട്ടെ. അപ്പൊ കൈ അടിക്കാം. കൈ ഞാൻ താഴ്ഭാഗമൊക്കെ അടിച്ചിട്ടാണ്.
അടുത്തത് അടിക്കട്ടെ. പിന്നെ നമുക്ക് ജോയിന്റ് ചെയ്യാം. അപ്പോൾ സ്ലീവിൽ നിന്ന് തുടങ്ങാം. ഇവിടെ 1/2 ഇഞ്ച് തുമ്പിട്ടിട്ടാണ് ഞാൻ അടിക്കുന്നത്. പിന്നെ പാർട്ടികൾക്ക് വേണമെങ്കിൽ അവർ ലൂസാക്കിക്കോളൂ, അല്ല ടൈറ്റാക്കിക്കോളൂ. ഞാനിത് അതേപോലെ കണ്ട് അടിച്ചു കൊടുക്കാം. ലൂസാക്കാൻ ഉണ്ടാവില്ല, എന്നാലും ഇത് 40 ഉണ്ടല്ലോ. അടി കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് നമ്മൾ നോക്കാം. 40, 41 നോക്കാം. ലെങ്ത്ത് ലേശം കുറയുള്ളൂ. ലെങ്ത്ത് ഇപ്പോൾ ട്രെൻഡാണ് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് 3 പീസാണ്. ലേശം ഇവിടുന്ന് ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഞാൻ ഷേപ്പാക്കിയതാണ്, വേറെ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ഒരേ ലെവലിൽ അടിച്ചു കൊടുത്താൽ മതി. 1/2 ഇഞ്ചിക്ക് നമുക്ക് സ്ലിറ്റ് എത്താനായാൽ അവിടെ നമ്മളൊന്ന് കെട്ടി കൊടുക്കുക. ഓക്കെ, സ്ലിറ്റ് എങ്ങനെ അടിക്കാൻ നോക്കാം. ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പല ഒരു ടിപ്സുകളൊക്കെ ഇപ്പോൾ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കാം. ഇനി നമുക്ക് താഴത്തുനിന്ന് നമുക്ക് കുറച്ച് വീതി കൂട്ടിയെടുത്താൽ നമുക്കിവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് മുകളിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഭാഗം ചെയ്യാം. ഇനി നമുക്ക് താഴെ ഒന്ന് അടിക്കാം. അത്ര തന്നെ ഉള്ളൂ. കണ്ടിന്യൂ വർക്ക് വരുമ്പോൾ ആളൊക്കെ ആവശ്യമാണ്. പരിസരക്കാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ബന്ധപ്പെട്ടോളൂ. ഞാൻ പല പ്രാവശ്യം നമ്മളെ ചാനലിൽ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പണി തരുമോ എന്ന് വെച്ചിട്ട് നടക്കും. പണി വേണമെന്ന് പറയുമ്പോൾ ആരും ഉണ്ടാവില്ല. അതേപോലെ ഇറക്കാനൊക്കെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ സാജിദ ഉണ്ടല്ലോ, ബക്കറ്റ് എടുത്ത് പിരിയുന്ന കുട്ടികളെയും മക്കളെയും നോക്കിയിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പം വെച്ചിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ. അടി പഠിച്ചിട്ട് അതുപോലെ വിദ്യാഭ്യാസം കുറവുള്ളവർക്കുള്ളതും വിദ്യാഭ്യാസം ഉള്ളവർക്കായാലും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞത്, അല്ലേ? ഏത് ആൾക്കാർക്കായാലും എന്താ, ഡ്രസ്സില്ലാതെ ഒരാളും പഠിക്കാൻ പോകില്ലല്ലോ. മന്ത്രി ആയാലും ഡ്രസ്സ് വേണ്ടേ? ആർക്കും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മള് എന്താ, അത്ര നിസ്സാരമുള്ള സംഭവമല്ല ഈ ഡ്രസ്സിങ് എന്ന് പറഞ്ഞത്. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അത്ര ഓക്കല്ല. പക്ഷെ പറയുന്നവർക്ക് ടൈലറിങ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സംഭവമാണ്. അതിനെപ്പറ്റി അതിന്റെ എന്തറിയാത്ത ആൾക്കാർക്കാണ് അങ്ങനെ തോന്നുന്നത്. എന്നാലും ഇന്നത്തെ കാലത്ത് നല്ലൊരു വരുമാനം കിട്ടുന്നൊരു മേഖലയാണ് സ്റ്റിച്ചിങ്. അത് കുറച്ച് മുമ്പ് വരെ നല്ല വന്നിരുന്നു. അത് കൊറോണ സമയം വന്നപ്പോൾ കല്യാണങ്ങള് ഒക്കെ നിർത്തലാക്കി. അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് പോയപ്പോൾ ഡ്രസ് കോഡൊക്കെ അവിടെ പോയി. അതെന്ന് പറയുമ്പോൾ ഒരു കല്യാണ വർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു പിന്നെ മാസത്തിലൊരു കല്യാണ വർക്ക് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു കല്യാണ വർക്കും കുറച്ച് പഠിക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി, നമുക്ക് മുതലാണ്. അങ്ങനെ ആയിരുന്നു. പക്ഷെ പിന്നെ അത് കണ്ട് പോയി. അപ്പൊ വീണ്ടും ആ കാലഘട്ടം തിരിച്ചു വന്നിട്ടാണ്. അപ്പൊ നമ്മളെ സ്റ്റിച്ചിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണി കഴിഞ്ഞു. ഇതാട്ടാ ഫൈനൽ ലുക്ക്. ഇത്രയുണ്ട് ടോപ്പ് ലെങ്ത്. പിന്നെ അതിന്റെ ബോട്ടാണ് ഇത്. ഞാൻ കാണിച്ചില്ല ബോട്ടം. സാധാ മോഡലാണ് കേട്ടോ. പോയി കണ്ടോട്ടെ നമ്മളാൾക്കാരവിടെ. ഇനി വേറെ ഉണ്ട്, അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരും കേട്ടോ എങ്ങനെയാണുള്ളത്. ഇതിന്റെ ബോട്ടം സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും വരുമാനം അതേപോലെ ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാല്, ഞാൻ കുറേ ഇത് ചെയ്യാനുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മളെ തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.